ഹായ്, എല്ലാവർക്കും പുതിയൊരു OTT അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഒരുപാട് സിനിമകൾ OTT റിലീസും ആയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സിനിമകൾ ഈ ആഴ്ച റിലീസാകാനായിട്ടുണ്ട്. കറുപ്പ്, അതിരടി, ആശാൻ ഓൾറെഡി ഇറങ്ങി, ദൃശ്യം 3 തുടങ്ങിയ സിനിമകളുടെ അപ്ഡേറ്റുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ മുഴുവൻ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് പറയാൻ പോകുന്ന ആശാൻ സിനിമയെക്കുറിച്ചാണ്. ഇന്ദ്രൻസ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിച്ച സിനിമയാണ് ആശാൻ. ഇതൊരു തിയേറ്ററിലൊരു പരാജയപ്പെട്ടൊരു സിനിമയാണ്. എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ്. സിനിമയിലെ കുറച്ച് ക്ലിപ്പുകളൊക്കെ മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പടം കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റായിട്ടൊന്ന് അറിയിപ്പിക്കുക. പലർക്കും പല ടേസ്റ്റല്ലേ, ചിലവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്കെന്തായാലും ഈ പടം ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ് ആശാൻ. അടുത്തായിട്ട് പറയാൻ പോകുന്ന കറുപ്പ് സിനിമയെക്കുറിച്ചാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം സൂര്യയ്ക്ക് ഹിറ്റായ ഒരു സിനിമയാണ് കറുപ്പ്. ഇത് തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്ററായ സിനിമയാണ് കറുപ്പ്. ഈ സിനിമയിലെ സൂര്യയെ കൂടാതെ ഇന്ദ്രൻസ് ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയുടെ OTT തീയതി ജൂൺ 12 ആമസോൺ പ്രൈം വഴിയാണ് പടം റിലീസാകുന്നത്. ഇത് തിയേറ്ററിൽ പോയി കാണുന്ന ഒരു സിനിമയാണ്. തിയേറ്റർ ലെവൽ രീതിയിലാണ് പടം ഇറക്കിയിരിക്കുന്നത്. കാരണം OTT കാണുന്നവർക്ക് ചിലപ്പോൾ ദഹിക്കണമെന്നില്ല. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം കമൻറ്റ്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് അതിരടി സിനിമയെക്കുറിച്ചാണ്. ഇതൊരു തിയേറ്ററിൽ ഹിറ്റായ സിനിമയാണ് അതിരടിയിൽ ബേസിൽ ജോസഫാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ബേസിൽ ജോസഫിനെ കൂടാതെ ടോവിനോ തോമസും പിന്നെ നമ്മുടെ സ്വന്തം വിനീത് ശ്രീനിവാസനും അഭിനയിക്കുന്നൊരു ചിത്രം കൂടിയാണ് അതിരടി തിയേറ്ററിൽ അത്യാവശ്യം ഓടിയൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ OTT തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം, അതായത് ജൂൺ 19 സോണി ലൈവിലാണ് പടം OTT റിലീസാകുന്നത്. പടം തിയേറ്ററിൽ പോയി കാണാത്തൊരു OTTയിൽ എന്തായാലും കാണുക. അടിപൊളി സിനിമയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് അതിരടി. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ മാസ്റ്റർ പീസ് സിനിമ ദൃശ്യം 3യെക്കുറിച്ചാണ്. ദൃശ്യം ഫ്രാഞ്ചൈസിലെ 3ാമത്തെ ചിത്രമാണ് ദൃശ്യം 3. ദൃശ്യം 1നും 2നും ശേഷം ദൃശ്യം 3 വളരെ സക്സസ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ്. 200 കോടിയോളമാണ് പടത്തിന് ടോട്ടൽ കളക്ഷൻ വന്നേക്കുന്നത്. ഈ പടം ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത പടത്തിൽ മോഹൻലാലും മീനയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ദൃശ്യം 3. അപ്പോൾ ദൃശ്യം 3യുടെ OTT തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഈ മാസം ജൂൺ 28 ആമസോൺ പ്രൈം വഴിയാണ് ദൃശ്യം 3 OTT റിലീസാകുന്നത്. കൂടുതൽ സിനിമ ഇൻഫർമേഷൻസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതോടെ വരെ ഗുഡ് ബൈ.